നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് യാതൊരു ക്ഷീണവും ഇല്ല. എപ്പോഴെങ്കിലും ക്ഷീണിച്ച് ഇല്ല എനിക്ക് ഇച്ചിരി നേരം അത് സ്റ്റോപ്പ് റെസ്റ്റ് വേണം എന്ന് നമ്മുടെ ഹാർട്ടോ ലങ്സോ ഡൈജസ്റ്റീവ് സിസ്റ്റമോ എന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ അതിനെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോരം ശ്രമത്തിലാണ്. സിഗരറ്റ് വലിക്കുക, ബീഡി വലിക്കുക, മദ്യപിക്കുക, എന്തെല്ലാം പ്രാക്ടീസാണ് ഇവിടെ മനുഷ്യൻ ചെയ്യുന്നത്. മനുഷ്യനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പരിപാടികളാണ്. ഒട്ടും ആവശ്യമില്ല. അത് ഒരു ലഹരിയും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ജീവിതം ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സൂപ്പറാണ്. ആ അനുഭവം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മളാരും ഒന്നും ചെയ്യേണ്ട. അത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഉണർവുണ്ടാകുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഉണർന്നെഴുന്നേറ്റ് നടക്കുന്നത്. അപ്പോൾ ദഹനേന്ദ്രിയമാണ് നമ്മുടെ ആദ്യത്തെ ഇന്ദ്രിയം. ദഹനം ശരിയായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോന്നും നമ്മളിലോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഹെൽത്തി ആകുകയാണ് വേണ്ടത് കൂടുതൽ. അത് ഹെൽത്തി എന്ന് പറഞ്ഞാൽ മറ്റവനെ ഇടിച്ചു തോപ്പിക്കാനോ തകർക്കാനോ ഒന്നുമല്ല. ഈ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഭാഗമായിട്ട് യോജിച്ച് നിൽക്കുന്നു. അത് അനുഭവത്തിലല്ലേ സാധിക്കത്തുള്ളൂ. അല്ല എവിടെയാണ് നമുക്കൊരാളുമായിട്ട് തർക്കിക്കാൻ എവിടെയാണ് സാധ്യത? മറ്റൊരാളെ എതിർക്കാൻ ഇവിടെയുള്ള ജീവജാലങ്ങളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒന്നിനെ എതിർക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം ചേർന്നാണ് നമ്മളിവിടെ ഉണ്ടായിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ മാത്രമായിട്ട് ഉണ്ടായിരുന്നതുമല്ല, വേറെ അന്യഗ്രഹത്തിൽ നിന്ന് പൊട്ടി വീണതുമല്ല. ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇത് വളരെ സിമ്പിളല്ലേ? വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും ഏത് ഭാഗത്ത് നോക്കിയാലും നമ്മുടെ കാൽപാദം തൊട്ട് ശിരസ് വരെ നോക്ക്. ഏത് ഭാഗത്താണ് നിങ്ങൾ പറഞ്ഞത് ഇത് ഇങ്ങനെയല്ല ഇരിക്കേണ്ടതെന്ന്? അങ്ങനെ പറയത്തക്ക ഒരു ഭാഗവും ഇല്ല. എല്ലാ ഭാഗവും ഭയങ്കര വണ്ടർഫുള്ളായിട്ട് വർക്ക് ചെയ്യും. എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യുന്നത്. ഒരു മുള്ളു കയറിയാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് റിപ്പയർ ചെയ്യും. ആ എബിലിറ്റിയാണ് നമ്മുടെ സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗത്ത് വരേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നു? നമ്മൾ റീപെയറിങ് കപ്പാസിറ്റിയാണ്. അത് ഭയങ്കര സൂപ്പർ ഇൻ്റലിജൻസാണ്. അത് നമ്മുടെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നമ്മളോട് ബഹുമാനം തോന്നണം. കാരണം ഇത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല. അച്ഛനും അമ്മയും വിചാരിച്ചാൽ ഉണ്ടാകത്തില്ല. സൊസൈറ്റിയിലുള്ള ഒരു മനുഷ്യനും വിചാരിച്ചാൽ ഉണ്ടാകില്ല. അപ്പോൾ ഇതുണ്ടായി പ്രവർത്തിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ ഉണർന്നാൽ മാത്രം മതി. ഇത് നമ്മുടെ ശ്രദ്ധ മറ്റുള്ള കാര്യങ്ങളിലോട്ടായിപ്പോയി. വേറൊന്നുമല്ല. ശ്രദ്ധ നമ്മളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാം പെർഫെക്റ്റാണ്. നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ ആ സഹകരണം കൊണ്ട് തന്നെ നമ്മുടെ സർവ്വശേഷിയും നമ്മൾ ഉണർന്നുകൊണ്ടേയിരിക്കും. ഉറക്കമല്ല, ഉണരുകയാണ് ചെയ്യുന്നത്. ആ ഉണർച്ചയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം. ആ ഉണർച്ചയാണ് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം. ആ ഉണർച്ച ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ലഹരി എടുക്കുന്നത്, അടിയും വഴക്കും ബഹളം ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇത് മരവിച്ചിട്ടാണ്, മനസ്സ് മരവിച്ചിട്ടാണ്. അപ്പോൾ അടിയും വഴക്കമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒരല്പം ഉന്മേഷം, ലഹരി കിട്ടും. ഒരു ചെറിയൊരു മോട്ടിവേഷനാണ്. അതൊരു ടെമ്പററി മോട്ടിവേഷനാണ്. അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. പക്ഷെ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, നമ്മളെ ചലിപ്പിക്കുന്നൊരു സംവിധാനം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വിചാരിച്ചാൽ നടക്കുകയില്ല, ഇത് ചലിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് ചലിക്കാനുള്ള കാരണം എന്താണ്? അവിടെയാണ് നമുക്ക് വിവേകം, വൃത്തി. നമുക്ക് നമ്മളോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഇത് നിരന്തരം ചലിക്കാനുള്ള കാരണങ്ങൾ സൂക്ഷ്മതലത്തിൽ നിന്ന്, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ സർവശേഷിയും സമഗ്രമായിട്ട് ഒരുമിച്ച് നിന്നാൽ നമുക്ക് ആ ഭാഗം അറിയാൻ പറ്റും. അപ്പോൾ ശാന്തത എന്ന് പറയുന്നത് പ്രിറ്റൻഡ് ചെയ്താൽ കിട്ടുന്നതല്ല. ശാന്തത, നിശബ്ദത എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ശബ്ദമില്ലാത്ത വളരെ നിശബ്ദമായിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ട്. അവിടെയാണ് നമുക്ക് ശരിക്കും ഈ ശബ്ദത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. വളരെ രസമാണ്. കാരണം ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ, അതല്ലേ മനുഷ്യൻ്റെ ആദ്യത്തെ ഭാഗം. കാരണം ഇതിങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കാരണം മനുഷ്യരെല്ലാം രോഗികളാണ്. രോഗം നമ്മുടെ ലക്ഷണമല്ല. അങ്ങനെ ഒരു രോഗം എന്ന് പറഞ്ഞ ഭാഗം നമ്മുടെ ഭാഷയിലില്ല. നമ്മുടെ ജീവിതത്തിൽ രോഗമെന്ന് പറയുന്ന ഒരു യോഗത്തിന് ഓപ്പോസിറ്റ് ചിരിക്കാൻ പറ്റാതെ പോകുന്നു.
യോഗത്തിന് ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ തീരുവോ? എന്താ യോഗം? യോഗം നമ്മൾ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞ മാതിരി മൈക്രോകോസവും മാക്രോകോസവും തമ്മിൽ നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് നോക്കിയാൽ മൈക്രോകോസം തന്നെയാണ് മാക്രോകോസം. തർക്കമില്ല. അപ്പോ മൈക്രോകോസത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ അതിന് തത്തുല്യമായ ഒന്ന് മാക്രോകോസത്തിൽ ഉണ്ടായാലേ പറ്റും. ശൂന്യതക്ക് സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഷ്യസ്നെസ്, നമ്മുടെ കണ്ണിന് രോഗമില്ല. ആ കണ്ണിൻ്റെ പ്രവർത്തനം എന്താണ്? കാഴ്ചയാണ്. കാതിൻ്റെ പ്രവർത്തനം എന്താണ്? കേൾവിയാണ്. അപ്പോൾ കണ്ണിൻ്റെ പ്രവർത്തനം കാഴ്ചയാണ്, കാതിൻ്റെ പ്രവർത്തനം കേൾവിയാണ്. അങ്ങനെ ശരീരത്തിൻ്റെ ഏത് ഭാഗം എടുത്താലും അതെല്ലാത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണോ നമ്മൾ നിലനിൽക്കുന്നത്, ആ നിലനിൽക്കുന്ന അനുഭവത്തിന് എങ്ങും രോഗമില്ല. ദഹനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ ഭാഗവും കൃത്യമായിട്ട് പ്രവർത്തിക്കും. അതിൻ്റെ ദൗത്യം അവിടെ കൃത്യമായിട്ട്. ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ കണ്ണ്, കാല്, ദഹനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് പോലും കുറെ മൈക്രോകോസത്തിന്റെ ഒരു സംഘാതം തന്നെയല്ലേ? ഈ മൈക്രോകോസത്തിനും ഇതേ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുള്ളവർക്ക് അത് അവർ കൈകാര്യം. ഞാൻ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ഞാനൊരു പ്രശ്നവും ഇതിനകത്ത് കണ്ടെത്തിയിട്ടില്ല. പേര് പറയാൻ കേട്ടോ. അല്ലാതെ